നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഐരാണിക്കുളം എന്നുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. വന്നിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ ചെയ്യാനാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയണിന്റെ തന്നെ പ്രശ്നമാണ് മെയിനായിട്ട്. പിന്നെ ഇവിടെ വെള്ളത്തിന് pH-ന്റെ സാന്നിധ്യം വളരെ കുറവാണ്. pH 4 ഉള്ളൂ. അപ്പൊ നമുക്ക് pH കൂട്ടണം. അതേപോലെ തന്നെ അയൺ കണ്ടന്റ് നമുക്ക് എടുക്കണം. അയൺ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് അയൺ ആണെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് കാണുന്നത്. ഒന്ന് ഫെറിക്കും വേറൊന്ന് ഫെറസും. ഇവിടെ 2 അയണിന്റെ സാന്നിധ്യം ഉണ്ട്. അതായത് വെള്ളം അടിക്കുമ്പോൾ തന്നെ കലങ്ങി മറിഞ്ഞു വരുന്നതും മറ്റേത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഊറി വരുന്നതും. അതാണ് ഫെറിക്കും ഫെറസും തമ്മിലുള്ള വ്യത്യാസം. ഈ ഡിസോൾവഡ് ആയിട്ടുള്ള അയൺ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ കാലത്ത് ഇവിടെ മോട്ടോർ അടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിന്റെ ക്വാളിറ്റി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് നമ്മളുടെ വെള്ളം അടിക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു വെള്ളത്തിന്റെ ക്വാളിറ്റി. ഇത്ര കഴുക്കുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വെല്ലിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. വെല്ലിലെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. വെള്ളം മോശമാണ്. അപ്പോൾ നമുക്ക് ഇതാണെന്ന് ഫിൽട്രേഷൻ ചെയ്ത് റെഡിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് നമുക്ക് നമ്മുടെ അയണിന്റെ നമ്മുടെ സാന്നിധ്യം നീക്കണം. അതുകൂടാതെ pH-ന്റെ പ്രസൻസ് കൂട്ടണം. അതായത് ന്യൂട്രൽ അല്ലെങ്കിൽ ആൽക്കലിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഈ 2 ടാസ്ക്കാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഉടനെ നമ്മളുടെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടനടി നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് ഫിനിഷ് ആയിരുന്നു കേട്ടോ. വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഇനി നോക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ 2 പ്രേക്ഷകർ നമ്മളുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോ വാട്ടർ ക്വാളിറ്റി, അതായത് വരുന്ന ട്രീറ്റ്മെന്റിന് മുന്നുള്ള ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും ഒന്ന് കാണിക്കണം. അത് 2 ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടുപ്പിക്കുന്ന കാണിച്ചു. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. അതേപോലെ തന്നെ നമ്മുടെ റോ വാട്ടർ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2ന്റെ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വെള്ളത്തിനാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് റെഡിയാക്കി എടുത്തേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ഒരു പ്രശ്നം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രഷറിന്റെ വേരിയേഷൻ എത്രത്തോളം കുറയും അല്ലെങ്കിൽ പ്രഷർ ഇല്ലാണ്ടാവുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇത് കണ്ടത്. ഇത്ര പ്രഷർ എനിക്ക് കണ്ട് വെള്ളത്തിൽ. വേറൊരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഈ വെള്ളം ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ വെള്ളത്തിന്റെ അത് pH ലെവൽ വളരെ കുറവായിരുന്നു. pH 4 താഴെയായിരുന്നു കിടന്നത്. അസിഡിക് ആയിരുന്നു വെള്ളം. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ മെറ്റീരിയലിന്റെ ഇത് ഗുണം കൊണ്ട് ഇപ്പൊ pH നമ്മുടെ ആൽക്കലൈനിലേക്ക് കൺവേർട്ട് ആയിരുന്നു. അതായത് അസിഡിക്കിൽ നിന്ന് ആൽക്കലൈനിലേക്ക്. അതായത് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ. ഇതുണ്ടോ ബ്ലൂ കളറ് വന്നേക്കണത്? ഇത് ആൽക്കലൈൻ വാട്ടറിലേക്ക് കൺവേർട്ട് ആയിക്കാണ്. അങ്ങനെ ഒരു ഗുണം കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സൈറ്റിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കളർ കമ്പാരിസൺ ഒരു മെത്തേഡാണത്. ഇതിന്റെ അത് കളർ കോഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കോഡിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതിന്റെ അത് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ റെഡ് കളർ ആയിരുന്നു. റെഡ് കളർ മീൻസ് അത് അസിഡിക് ആയിരിക്കുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഗ്രീൻ ആയിട്ട് കാണുന്നത് ന്യൂട്രലും നമ്മുടെ ഈ ബ്ലൂ ആയിട്ട് കാണുന്നതാണ് ആൽക്കലൈൻ. ആൽക്കലൈനിലേക്ക് കൺവേർട്ട്. അപ്പൊ ആൽക്കലൈൻ വാട്ടറാണ് ഇപ്പൊ നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓവർ ആൽക്കലൈൻ അല്ല, അത്യാവശ്യം നമുക്ക് വേണ്ടി ആൽക്കലൈൻ. അപ്പൊ അതും കൂടി നിങ്ങൾ അറിയിക്കാനുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ നമുക്ക് പറഞ്ഞു കേട്ടോ. വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു പുതിയൊരു വർക്കുമായി വരുന്നവരെ